Hi dears, Nishi's Kitchen Vlogs ലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രെഡ് ഷവർമ പോള. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഷവർമ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് നേർത്തതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം നേർത്തതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പകുതി കുക്കുംബർ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളിയും നേർത്തതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. എല്ലോട് കൂടിയ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിൻ്റെ ഫ്ലഷ് എടുത്താലും മതി, അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്താലും മതി. ചിക്കൻ വേവിച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് എടുത്താലും മതി. ഞാനിപ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ എല്ല് മാറ്റി ഫ്ലഷ് മാത്രം എടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇടാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാബേജോ ലെറ്റ്യൂസോ ഒക്കെ ചേർക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി ഇല്ല പച്ചക്കറി വെച്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ എടുത്തു വെച്ച ചിക്കൻ ചേർക്കാം. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർക്കണം. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസ് ആണ്. ഇതിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് എഗ്ലെസ് മയോണൈസ് ആണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇത് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ചിക്കനിലും മയോണൈസിലും ഉപ്പിലുണ്ട് വളരെ കുറച്ച് ചേർക്കുന്നില്ലു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ചില്ലി സോസോ ഹോട്ട് ചില്ലി സോസോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഷവർമ പോളക്കിലെ ഫില്ലിംഗ് റെഡിയാണ്. ഇതിനി മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പ് പാലും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇത് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ട ഒരുവിധം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ച ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാ പുരട്ടുന്നത്. ഇതിൻ്റെ സൈഡിനെല്ലാം പുരട്ടി കൊടുക്കാം. കൈ കൊണ്ടാക്കിയാലേ ശരിയാവില്ല. ഇനി ബ്രെഡ് എടുത്ത് റെഡിയാക്കി വെച്ച മുട്ട മിക്സിൽ മുക്കിയെടുത്ത് ഇത് ഈ പാനിൽ നിരത്തി കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് പീസും കൂടെ ഇതേപോലെ ചെയ്ത് പാൻ ഫുള്ള് കവർ ചെയ്തെടുക്കാം. പാൻ നിറച്ചും ബ്രെഡ് മുട്ടയിൽ മുക്കി നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഷവർമ ഫില്ലിങ് നിരത്തി കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ വീണ്ടും ബ്രെഡ് മുട്ടയിൽ മുക്കി വെച്ചു കൊടുക്കാം. മുകൾ ഭാഗം മുഴുവനും ബ്രെഡ് മുട്ടയിൽ മുക്കി നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മുട്ട മിക്സ് ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുപ്പത്ത് ഒരു തവ വെച്ച് ചൂടാക്കി അതിന്റെ മേലെ ഈ റെഡിയാക്കി വെച്ച പാൻ വെക്കാം. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ
ഇപ്പൊ ഇതിന്റെ അടിഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ് ഒരു ചട്ടുകത്തോണ്ട് മെല്ലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു പാൻ ഇതിന്റെ മുകളിൽ കമഴ്ത്തി വെച്ച് ഈ പോള തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റീൽ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കണം. ഞാനിപ്പോ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വേറെ പാനിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി വീണ്ടും തീ കത്തിച്ച് കുറച്ച് സമയം അടിഭാഗം വേവുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പൊ അടിഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഷവർമ പോള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.